ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഗോവയിൽ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിനത് ഇല്ല നമ്മൾ പറയേണ്ട കാര്യം. പക്ഷെ വോട്ട് ചെയ്താൽ, ആ പോപ്പുലേഷൻ വോട്ട് ചെയ്താൽ അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ മൊത്തം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അങ്ങനൊരു ഇന്റിമസി ആ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളോട് പൂർണ്ണമായി ഉണ്ട്, അല്ലെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കൺസേൺസ് ഇല്ലാതാകുന്നു എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ പറയുന്നത് ഗോവയിലെ കാര്യമല്ല, നമ്മൾ പറയുന്ന മണിപ്പൂരിലെ കാര്യമാണ്. മണിപ്പൂരിൽ ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കലാപം നടക്കുകയും ആ കലാപത്തിൽ ഈ പറഞ്ഞ അൽ ജസീറ, BBC, ലോകമെമ്പാടുമുള്ള റോയിറ്റേഴ്സ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഭാരതത്തിന്റെ അഭിമാനം ഇല്ലാതാകുന്ന രീതിയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ പുറത്തു വരും. ലേഡീസിനെയൊക്കെ റേപ്പ് ചെയ്ത് നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോകുന്ന വിഷ്വൽസ് പുറത്തു വന്നു. അങ്ങനെ ഒരു വിഷയം സംസാരിക്കുമ്പം അത് ഒരു കമ്മ്യൂണൽ പ്രോബ്ലം ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഗോവയിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതല്ല. ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു വാദവും ഇല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു വിഷയത്തിൽ ഉള്ള ക്രിറ്റിസിസം ഇല്ലാതാകുന്നില്ല. ഒന്ന്, മെജോറിറ്റി കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ള ധാരണയും വേണ്ട, അങ്ങനെ ധാരണ വേണ്ട. എനിക്കൊന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളിത് കാണുന്നതിൽ തെറ്റുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഈ കാര്യം മീഡിയ പ്രൊപ്പഗാൻഡ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കരൺ താപ്പറിന് കൊടുത്ത് ഞാൻ 2-3 കാര്യം ലിസ്റ്റ് ചെയ്ത് പറയാം, ഒന്ന് ഇതാക്കി പറഞ്ഞാൽ മതി. കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ബാരക് ഒബാമ, അദ്ദേഹം അപ്പ പ്രസിഡന്റ് അല്ല, ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഹി ഷെയർഡ് ഹിസ് കൺസേൺ ഓവർ ദ മൈനോറിറ്റി പ്രോബ്ലംസ് ഇൻ ഇന്ത്യ വിത്ത് മോഡി. ഇത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ പ്രശ്നം തോന്നിയിരുന്നു, അത് നരേന്ദ്രമോദിയുമായി ഷെയർ ചെയ്തിരുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രത്തലവൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവനോട് പറയുന്ന സെന്റൻസാ. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അത് വലിയ പ്രസക്തമുള്ള കാര്യമാണ്. അപ്പൊ ജനാധിപത്യം ഇല്ലാത്ത രീതിയിൽ ഇടപെടുന്ന രീതിയിൽ ഒരു കാര്യം വരുന്നുവെന്ന് പ്രസിഡന്റ് ഒബാമയ്ക്ക് അന്ന് തോന്നിയിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടൊക്കെ വിട്, ആ റിപ്പോർട്ടിന് മേളിലാണല്ലോ ബാരക് ഒബാമ, അങ്ങനൊരു കാര്യം സംഭവിച്ചിരുന്നു. പിന്നെ അടുത്ത വിഷയം, ഈ കൺവേർഷൻ നടത്തുന്നതൊക്കെ പെന്തക്കോസ്ത് സഭകൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളൊരു വാദം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഇന്ത്യയിൽ ബാൻഡാണ്, എന്നുവെച്ചാൽ ഇല്ലീഗലാണ്. അതുകൊണ്ട് ഒരാൾക്ക് കൺവേർട്ട് ചെയ്തുകൂടാ എന്നില്ല. ഇപ്പം വോളണ്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസിൽ പോലും UP-യിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമം വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള നിയമമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമം ആണ്. ഒരാൾക്ക് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ കളക്ടറുടെ പെർമിഷൻ വേണ്ട രീതിയിൽ ഒരു നിയമം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. 2, 3, നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ കത്തീഡ്രലിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഡൽഹിയിൽ സന്ദർശിച്ചത്, അത് കറക്റ്റാ. പക്ഷെ അതിന് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഈ പള്ളികളെല്ലാം എറിഞ്ഞു തറക്കുന്ന ഒരു പ്രോസസ്സ് നടന്നായിരുന്നു. അപ്പോഴും അദ്ദേഹം ശബ്ദിച്ചില്ല. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഡൽഹിയിലെ പള്ളികൾ മൊത്തം കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയും അദ്ദേഹം അന്ന് മിണ്ടാതിരിക്കുകയും ചെയ്ത ഒരാൾ തന്നെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന ഒന്ന് പാസിഫൈ ചെയ്തെടുക്കാനായിട്ട് കത്തീഡ്രലിൽ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് ഇവർ ചെയ്ത ഈ പറയുന്ന കല്ലെറിഞ്ഞ കാര്യം ശരിയാകുമോ? ശരിയാകില്ല.